മാജിക് അവനിലേക്ക് സ്വാഗതം. മാജിക് അവനിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മളൊരു കേക്ക് ഉണ്ടാക്കിയിരുന്നു. അതായത് വീട്ടിൽ ഇലക്ട്രിക് അവൻ ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കാൻ പറ്റുകയെന്ന് നമ്മൾ കണ്ടു. പ്രഷർ കുക്കർ കേക്ക് അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് അത് മാത്രമല്ല, അത് നമ്മളൊരു മാർബിൾ കേക്കാണ് ആ കുക്കറിലൂടെ തയ്യാറാക്കിയത്. കുക്കർ കൊണ്ട് എങ്ങനെയാണ് മാർബിൾ കേക്ക് തയ്യാറാക്കുന്നത്. പക്ഷേ വേറെ കുറച്ച് റിക്വസ്റ്റുകൾ അല്ലെങ്കിൽ വേറെ കുറച്ച് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മുട്ടയില്ലാത്തൊരു കുക്കർ കേക്ക് തയ്യാറാക്കി കാണിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് വീണ്ടും ഒരു കുക്കർ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നു. പക്ഷേ ഇത് എഗ്ലെസ് കുക്കർ കേക്കാണ്. എഗ്ലെസ് എന്ന് പറയുമ്പോൾ മുട്ട ചേർക്കാതെ ഒരു കേക്ക് തയ്യാറാക്കാൻ പോകുന്നു. അപ്പോൾ മുട്ട കഴിക്കാത്ത ആൾക്കാർക്കും കേക്ക് കഴിക്കണമല്ലോ അല്ലേ? അപ്പോൾ കേക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ മുട്ട കഴിക്കാൻ പാടില്ല, മുട്ട അതിൽ ചേർത്താൽ കഴിക്കാൻ പറ്റില്ല എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം. അതും കുക്കറിൽ തന്നെ. ഇവിടെയും ഇലക്ട്രിക് അവൻ്റെ ഉപയോഗം വേണ്ട. അപ്പോൾ സ്റ്റീംഡ് കേക്കായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് കുക്കർ കേക്കായി ചെയ്യാൻ സാധിക്കും. അപ്പോൾ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ചുട്ടെടുക്കുന്ന ശരിക്കും ഒരു ബോർമയിൽ വെച്ചോ അല്ലെങ്കിൽ ഇലക്ട്രിക് അവനിൽ വെച്ചോ നമ്മളിങ്ങനെ ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ് ടെക്സ്ചറും എല്ലാ കാര്യവും. കുറച്ചുകൂടെ നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നമ്മളുടെ എഗ്ലെസ് മുട്ടയില്ലാത്ത കുക്കർ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ചെയ്തത് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ മാവ് 1.5 കപ്പ്, ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ, സോഡാപ്പൊടി 3/4 ടീസ്പൂൺ, പൊടിച്ച പഞ്ചസാര 1 കപ്പ്, പശുവിൻ പാൽ 3/4 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ, 3/4 കപ്പ് ചെറു ചൂടുപാലിൽ 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് ഒരു 15 മിനിറ്റ് വെച്ച ശേഷം ഒരല്പം പിരിഞ്ഞതുപോലെ ആയ പാലാണ് സാർ മിൽക്ക്. ഈ സാർ മിൽക്ക് 3/4 കപ്പ്, എണ്ണ 1/4 കപ്പ്. അപ്പോൾ നമ്മുടെ എഗ്ലെസ് കുക്കർ കേക്കിന് വേണ്ട ചേരുവകളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങിയാൽ മാത്രം മതി. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മളൊരു 3/4 കപ്പോളം പാല്, തണുപ്പിച്ച പാലായിക്കോട്ടെ, അത് എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര അതും കൂടി ചേർത്തൊന്ന് അലിയിക്കാം. ഞാൻ അളന്ന് വെച്ചതാണ് 1 കപ്പ് പൊടിച്ച പഞ്ചസാര. ഇനി ഇതിലേക്ക് അപ്പോൾ നന്നായിട്ട് പഞ്ചസാര അരിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും തരം എണ്ണ, അതും കൂടി ഒഴിച്ചൊന്ന് ബീറ്റ്. അപ്പോൾ എണ്ണയും കൂടി ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി എന്താ വേണ്ടത്? ഇനി നമ്മൾ ഇതിലേക്ക് മൈദാമാവിൻ്റെ കൂട്ടെന്ന് പറയുമ്പോൾ ഇത് 1.5 കപ്പ് മൈദാമാവിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 3/4 ടീസ്പൂൺ സോഡാപ്പൊടി യോജിപ്പിക്കാം. അപ്പോൾ 1.5 കപ്പ് മൈദാമാവിലേക്ക് ഇത് അളന്ന് വെച്ചതാണ് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ സോഡാപ്പൊടി. ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് യോജിപ്പിക്കാം, എന്നിട്ട് ഒന്ന് ഇടഞ്ഞെടുക്കാം. ഒരു അരിപ്പയിലൂടെ ഇടഞ്ഞെടുക്കാം. മൈദമാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും സോഡാപ്പൊടിയും പിന്നെന്താ ബേക്കിംഗ് പൗഡറും, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 ടീസ്പൂൺ സോഡാപ്പൊടി, 1.5 കപ്പ് മൈദമാവ്. ഇതാണ് അതിൻ്റെ പ്രൊപ്പോർഷൻ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഇടഞ്ഞു വെച്ചിരിക്കുന്ന ഈ മാവ് നമ്മളുടെ പാല്, 3/4 കപ്പ് പാലും 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി അലിയിച്ചതിൽ 1/4 കപ്പ് എണ്ണയും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തതിലേക്ക് ചേർത്ത്
ചെറുതായിട്ടൊന്നിങ്ങനെ ബീറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ തടിത്തവി കൊണ്ടൊന്ന് യോജിപ്പിക്കും. ഞാൻ ആ ബ്ലെൻഡർ മാറ്റിയിട്ട് തടിത്തവിയിലേക്ക് പോയി. ഒരുപാട് ഓവർ ബീറ്റിങ്ങിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഇനി നമ്മൾ തടിത്തവി കൊണ്ട് സാവധാനം യോജിപ്പിച്ചത്. ഇനി ഇതിൽ കുറച്ച് എസൻസ് കൂടി ചേർക്കാം. ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പോൾ നമ്മളൊരു വാനില കേക്കാണ്, അതുകൊണ്ട് വാനില എസൻസ് 1 ടീസ്പൂൺ. അങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു കേക്ക് ഡോ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ ഒരു കാര്യം കൂടി ചേർക്കണം. ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാർ മിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1/4 കപ്പോളം, അര മുതൽ 1/4 കപ്പ് വരെ ആകാം, ചെറിയ ചൂടുള്ള പാല്. അതിലേക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ച് ഒരു മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക. അപ്പോൾ അതൊന്ന് പിരിഞ്ഞതുപോലെ ആകും. അതാണ് നമ്മളുടെ സാർ മിൽക്ക്. അത് ഇതിലേക്ക് ചേർക്കും. അതും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് സാവധാനം യോജിപ്പിക്കും. അപ്പോൾ നമ്മളുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ സാർ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു ഇളം ചൂട് പാലിൽ കുറച്ച് തൈരൊഴിച്ച് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും കേർഡിൽഡ് ആവണം, ശരിക്കും ഒന്നും പിരിഞ്ഞ് ഇങ്ങനെ സെറ്റായി തുടങ്ങണം. ഏതാണ്ട് ഒരു മണിക്കൂറല്ല, 2 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് നല്ലതാണ്, ഈ കേക്കിന് നല്ല ടെക്സ്ചർ കൊടുക്കും. അപ്പോൾ എന്തായാലും നമ്മളിനി ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റുകയാണ്. കേക്ക് ടിന്നകത്ത് ഇച്ചിരി എണ്ണ തടവി അതിൽ മൈദ മാവ് തൂവി എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബാറ്റർ മാറ്റി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ കുക്കറിലേക്ക് ഇത് മാറ്റും. അപ്പോൾ അതിനു മുമ്പ് കുക്കറിനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ഇലക്ട്രിക് അവൻ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഒരു 10 മിനിറ്റ് സമയം ഒരു ഇടത്തരം ചൂടിൽ അതൊന്ന് ചൂടാക്കുക. അപ്പോൾ നമുക്ക് നമ്മളുടെ കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാം. അതെങ്ങനെയാണ്? അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് കുക്കർ അടുപ്പിലേക്ക് വെക്കാം. ഒരു നല്ല വാവട്ടുള്ള പരന്ന കുക്കറാണ് ഏറ്റവും നല്ലത്. അവിടേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1 കപ്പ് ഉപ്പ് പൊടി 1 കപ്പോളം ഇടുക. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കൊരു ഇതിൻ്റെ പാത്രവും കിട്ടും. കുക്കർ വാങ്ങുമ്പോൾ അതിൻ്റെ താഴെ ഒരു ചെറിയ തട്ടുണ്ടാവില്ല, ഒന്നുകിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തട്ടമായാലും മതി. കുക്കർ വെയിറ്റ് ഇല്ലാതെ വെറുതെ ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 10 മിനിറ്റ് സമയം ഇടത്തരം ചൂട്, അപ്പോൾ നന്നായിട്ട് ചൂടാകും. അത് കഴിഞ്ഞിട്ട് കുക്കർ തുറന്ന് നമ്മുടെ ഈ ബാറ്റർ, നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് വെച്ചിരിക്കുന്ന ബാറ്റർ അതിനകത്തേക്ക് ഇറക്കി വയ്ക്കണം. പിന്നെ ഒരു 30-40 മിനിറ്റ് സമയം, ആദ്യത്തെ 10 മിനിറ്റ് നല്ല ഫ്ലെയിമിൽ നല്ല ചൂട്, പിന്നെ തീ ഒന്ന് മോഡറേറ്റ് മീഡിയം ഫ്ലെയിമിലാക്കുക. വീണ്ടും ഒരു 15 മിനിറ്റ്, അത് കഴിഞ്ഞ് ഒരു അവസാനത്തെ 10 മിനിറ്റ് ചെറിയ തീയിൽ ചെറിയ ചൂടിൽ ബേക്ക് ചെയ്യുക. അങ്ങനെ അത് കഴിയുമ്പോൾ നമ്മുടെ കുക്കർ കേക്ക് റെഡിയാകും. എന്തായാലും ഇതൊന്ന് പ്രീ ഹീറ്റഡ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇതിനകത്തേക്ക് വയ്ക്കും. അപ്പോൾ നമ്മളുടെ കുക്കർ പ്രീ ഹീറ്റഡ് ആയി കഴിഞ്ഞു. നല്ല ചൂടായി. ഇനി ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഇരിക്കുന്ന ടിന്ന് അതിനകത്തേക്ക് വെച്ച് വളരെ സൂക്ഷിച്ച് വയ്ക്കണം. കാര്യം കൈ ഏതെങ്കിലും ഭാഗത്ത് തട്ടിയാൽ നന്നായിട്ട് കൊള്ളും. ഇനി വീണ്ടും കുക്കർ അടയ്ക്കാം. അടച്ചിട്ട് ആദ്യത്തെ 10 മിനിറ്റ് നല്ല ചൂടായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം മീഡിയം ആക്കുക, പിന്നെ തീരെ ചെറുതാക്കുക. അപ്പോൾ 30 മുതൽ 40 മിനിറ്റ് സമയം വരെ കൊടുക്കുക. അപ്പോഴത്തേക്കും കേക്ക് ബേക്കായി വരും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 35 മിനിറ്റ് സമയം കഴിഞ്ഞു. നമ്മൾ കേക്കിൻ്റെ ബാറ്റർ അകത്തേക്ക് വെച്ചിട്ട്, അപ്പോൾ വെയിറ്റ് ഇടാതെയാണ് ഇത്ര നേരം വേവിച്ചത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, വെയിറ്റ് ഇടരുത് കുക്കറിൽ. കാര്യം അതിനകത്ത് വെള്ളമില്ല, ഒന്നുമില്ല, ഉപ്പ് മാത്രമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തുറക്കാനൊക്കെ എളുപ്പമല്ലേ, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ അങ്ങ് തുറന്നാൽ മതി. ആഹാ, നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് ബേക്കായി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. ഇങ്ങനെ വെടിച്ചിരിക്കുന്നത് ഇത്രത്തോളം അതിങ്ങനെ സ്പ്ലിറ്റായി വന്നു. പെർഫെക്റ്റാണ് നമ്മുടെ കേക്ക്. ആഹാ, സോഫ്റ്റ് സ്പോഞ്ചി കണ്ടില്ലേ,
ടെക്സ്ചർ നല്ല സ്പോഞ്ച് മാതിരിയായിരുന്നു. അപ്പോൾ ഇത് എഗ്ലെസ് ആണ്, മുട്ട ചേർത്തിട്ടില്ല എങ്കിൽ പോലും നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമോ അല്ലെങ്കിൽ ഒരു അവശ്യ ഘടകമോ അല്ല ഒരു കേക്ക് ബേക്ക് ചെയ്യുന്നതിന്. മനസ്സിലായല്ലോ? അപ്പോൾ ബേക്കിംഗ് നടന്നിരിക്കുന്നത് നമ്മളുടെ കുക്കറിലാണ്, അത്രമാത്രം. ഇപ്പോൾ നല്ല ചൂടാണ്. ഇനി ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ മാത്രം ഡിമോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഉപയോഗിക്കും. അപ്പോൾ ഇനി ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കും. അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് തണുക്കാനായിട്ട് ഒരു അല്പം സമയം കൊടുക്കണം. അത് കഴിഞ്ഞാൽ മാത്രമേ ഡിമോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. നന്നായിട്ട് തണുത്ത ശേഷം മാത്രം പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് മെത്തേഡ് മനസ്സിലായല്ലോ? ഈ രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. വളരെ സ്വാദിഷ്ടമായ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ എഗ്ലെസ്, മുട്ടയില്ലാത്ത കുക്കർ കേക്ക് നമുക്ക് തയ്യാറാക്കാം. അങ്ങനെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ എഗ്ലെസ് കുക്കർ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ തന്നെ എളുപ്പത്തിൽ നിങ്ങൾക്കും തയ്യാറാക്കാം മുട്ടയില്ലാത്ത കുക്കറിൽ ഉണ്ടാക്കുന്ന കേക്ക്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇതേപോലെ ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കുക. അതുപോലത്തെ ഒരു കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക.